ആദം ഹവ്വ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളിലേക്ക് ആത്മാവിനെ വെച്ചതിന് ശേഷമാണ് നമ്മിലേക്ക് ആ ഒരു ആത്മപകർച്ച വന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അങ്ങനെയുമല്ല. പരിണാമത്തിലൂടെ വന്നു, അതാണ് എൻ്റെ ചോദ്യം. പരിണാമത്തിലൂടെ ആത്മാവ് വന്നു എന്നുള്ളതാണ്. യെസ്, വന്നു. ഓക്കെ, പരിണാമത്തിലൂടെ തന്നെ വന്നത്. പരിണാമം സംഭവിക്കാൻ കാരണവും ആത്മാവാണ്. ഓക്കെ. ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഇല്ലാതെ ഒരു ചേഞ്ചസും ഉണ്ടാകത്തില്ല. ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്പിരിറ്റ് തന്നെയാണ്. സ്പിരിറ്റിൻ്റെ പല ഭാവങ്ങളാണ് നമ്മൾ കാണുന്ന എല്ലാ സബ്സ്റ്റൻസും. ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ഈ പേപ്പർ സ്പിരിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്പിരിറ്റിൻ്റെ മറ്റൊരു ഭാവമാണ്. ഇതിന് പവർ ഉണ്ടോ? ഇതിന് പവർ ഉണ്ട്. ഇതിന് പവർ ഇല്ലേ? ഉണ്ട്. ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്നൊരു പവർ കിട്ടും. ഇതിനെ വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു പവർ കിട്ടും. സോ ഓരോ സബ്സ്റ്റൻസിനും അതിൻ്റെ ഒരു എനർജി ഉണ്ട്. പവർ അല്ല, എനർജി. അത് തന്നെയാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അത് ഓരോന്നിനും ഒരു രീതിയിൽ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇന്ന് നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനർജിയുടെ പല വകഭേദങ്ങളാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ പ്രപഞ്ചം ഉണ്ടായത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സ്പിരിറ്റിൻ്റെ വൈബ്രേഷനാണ്. അപ്പോൾ ഈ വൈബ്രേഷനിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. വൈബ്രേഷനാണ് വിഷ്വലായിട്ടുള്ളതും കേൾവിയും എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നത് ഈ വൈബ്രേഷൻ തന്നെയാണ്. സോ എല്ലാത്തിനും കാരണഭൂതനായിരിക്കുന്നത് എന്ത് തന്നെയാണ്? ഈ വൈബ്രേഷൻ, അതായത് ആ സ്പിരിറ്റാണ്. ഈ സ്പിരിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉദ്ദേശിക്കരുത് എന്തോ ഒരു സാധനം അല്ലെങ്കിൽ എന്തോ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സ്പിരിറ്റിനെ കൺസിഡർ ചെയ്യരുത്. സ്പിരിറ്റ് എന്ന് പറയുന്നത് ആ വൈബ്രേഷന് കാരണമായിരിക്കുന്ന വസ്തുത എന്ന് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവ മതം പറയുന്നില്ലേ, ഓ ആ ഒരു അതിൻ്റെ ഫ്രീക്വൻസി ഒന്നല്ല പറയേണ്ടത്. അതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു മ്യൂസിക്കൽ നോട്ടെന്നോ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ റിതമെന്നോ, അത് തുടക്കത്തിൽ ഒരു ചെറിയ ഇത്, അത് പിന്നെ വലുതായി വൈബ്രേഷൻ വലുതായി ട്യൂണായി മാറുന്നത്, സൗണ്ടായി മാറുന്നത്. സോ ബിഗ് ബാങ് ആണല്ലോ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവമായിട്ട് ശാസ്ത്രം കാണുന്നത്. ഈ ബിഗ് ബാങ് എവിടെ നിന്നുണ്ടായി? അതൊരു ശബ്ദം, എക്സ്പ്ലോഷൻ ആയിട്ടുള്ളൊരു ശബ്ദവും ഒരു എക്സ്പ്ലോഷൻ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. അതെവിടെ നിന്നുണ്ടായി? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താ? അതൊരു വൈബ്രേഷനാണ്. ഈ വൈബ്രേഷൻ ഉണ്ടായി എവിടെ നിന്നുണ്ടായി? അതൊരു ട്യൂണിൽ നിന്ന്, ഒരു നോട്ടിൽ നിന്നുണ്ടായതാണ്. ആ നോട്ടാണ് ശരിക്കും പറഞ്ഞ തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈബ്രേഷനിലെ എനർജിയാണ് ശരിക്കും നമ്മൾ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലാതെ അതൊരു വ്യക്തിയല്ല. അപ്പോൾ ഈ വൈബ്രേഷൻ വർദ്ധിക്കുന്നതോറും ഇതിൻ്റെ ഫ്രീക്വൻസി വർദ്ധിക്കുന്നതോറും ഇതിൻ്റെ പവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ബിഗ് ബാങ് ഉണ്ടാകാനുള്ള കാരണം. അവിടെ നിന്നാണ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത്, അവിടെ നിന്നാണ് വിഘടനം ഉണ്ടാകുന്നത്, അവിടെ നിന്നാണ് ഈ ജീവൻ്റെ ഉത്ഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ജീവൻ എവിടെ നിന്നുണ്ടായി? ഈ വൈബ്രേഷനിൽ നിന്ന് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ എന്താ ഈ സൗണ്ട് ഹീലിംഗ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ഈ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ജലത്തിനുണ്ടാകുന്ന വൈബ്രേഷൻസ് അതെല്ലാം കാണിക്കുന്നുണ്ട്. സോ ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ ആദ്യമായിട്ടൊരു മനുഷ്യനിൽ എങ്ങനെ സ്പിരിറ്റ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഇറവലൻ്റ് ആണ്. ആദ്യമായിട്ടൊരു ജീവൻ ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത് തന്നെ സ്പിരിറ്റിൻ്റെ വൈബ്രേഷൻ കാരണമാണ്. സോ എവറിത്തിങ് സ്പിരിറ്റിൽ നിന്നാണ്. അപ്പോൾ എന്താണ് സ്പിരിറ്റ്? അൾട്ടിമേറ്റ്ലി എനർജിയാണ്. ഓക്കെ. അപ്പോൾ ഈ ഭൂമിയിൽ ഓരോ വസ്തുതകളും ഈ എനർജി കൊണ്ടുണ്ടായി വരുന്നതിൻ്റെ പിന്നിൽ, ആ എനർജിക്ക് ആ വസ്തുത ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ടാവും. ഓക്കെ. ഞാൻ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിളാണ്, ഉറുമ്പ് എന്ന് പറയുന്ന ജീവി ഉണ്ടായി വന്നതിൻ്റെ പിന്നിൽ പ്രപഞ്ചം ആഗ്രഹിക്കുന്ന ഒരു വസ്തുത എന്താ? വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. അല്ലേ? വേസ്റ്റ് ഉറുമ്പ് മറ്റൊരു രീതിയിൽ കൺവേർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അക്യുമുലേറ്റ് ചെയ്യും, സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. അപ്പോൾ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ഒരു വസ്തുതയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉറുമ്പുകൾ. ഇതുപോലെ എല്ലാത്തിൻ്റെ പിന്നിലും ഒരു പർപ്പസ് ഉണ്ട്. സോ ഇനിഷ്യലി മനുഷ്യനെ ഈ രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിലും ഈ പ്രപഞ്ചത്തിനൊരു പർപ്പസ് ഉണ്ട്. പക്ഷെ മനുഷ്യൻ മാത്രം ആ പർപ്പസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കിടക്കുക. അപ്പോൾ തിരിച്ച് മനുഷ്യൻ എങ്ങോട്ട് കൊണ്ടുവരണം? തിരിച്ച് ആ പ്രപഞ്ചത്തിൻ്റെ പർപ്പസിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ നീ ഒരു കുറച്ച് നാളുകൾ മുമ്പ്, ഒരു 10-25 വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വയലിൽ കാളകളെ ഉഴാൻ വേണ്ടി കൊണ്ടുപോകും. വയലിലെ ഉഴാൻ വേണ്ടി അല്ല കാളകളെ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യൻ അതിനെന്ത് ചെയ്തു? മറ്റൊരു പർപ്പസിന് വേണ്ടിയിട്ട് അതിനെ മാറ്റി, ഇല്ലേ? അതുപോലെ പോത്തുകളും. ഇനി നായ എന്ന് പറയുന്നതിനെ നമ്മൾ കാവലിന് വേണ്ടിയിട്ട് നായ വളർത്തുന്ന രീതിയിൽ അതിന് ട്രെയിനിങ് കൊടുത്തിട്ട് നായയെ കൊണ്ടുപോകുന്നുണ്ട്. ഇതേ നായ പട്ടാളത്തിൽ യൂസ് ചെയ്യുന്നത് ഒരു രീതിയിലാണ്, പോലീസിൽ ഉപയോഗിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അത് മനുഷ്യൻ എന്ത് ചെയ്യാണ്? അതിൻ്റെ ശരിക്കുള്ള പർപ്പസിനെ മാറ്റി അതിനെന്ത് ചെയ്യുന്നു? ട്രെയിൻ ചെയ്ത് മാറ്റുന്നു. സോ ഇതുപോലെ മനുഷ്യനെ ട്രെയിൻ ചെയ്ത് വേറൊരു തലത്തിൽ ഇട്ടയ്ക്കുവാണ്. ഒറിജിനൽ പർപ്പസ് ഇന്ന് മാറിപ്പോയി. അപ്പോൾ ജനിക്കുന്ന കാളകളെല്ലാം എനിക്ക് നിലകൊള്ളണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല, അത് ട്രെയിൻ ചെയ്ത് അങ്ങനെ ആക്കിയതാണ്. സോ ഇതുപോലെ മനുഷ്യൻ ട്രെയിൻഡായിട്ട് വേറെ രീതിയിൽ കിടക്കുന്ന മനുഷ്യനെ ഇനി എന്ത് ചെയ്യണം? അവൻ്റെ ഒറിജിനൽ പർപ്പസിനകത്തേക്ക് കൊണ്ടുപോകണം. അതിനാണ് മതങ്ങൾ രൂപപ്പെട്ടത് ഇനിഷ്യലി. പക്ഷേ മതങ്ങളിലൂടെ വീണ്ടും
മതം ഇന്ന് വേറെ രീതിയിൽ പരിണമിച്ചു. എന്തിനു വേണ്ടിയാണോ തുടങ്ങിയത് അതിൽ നിന്ന് മാറി മതം വേറെ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും എന്തിനാ മറ്റൊരു കാര്യം വരണം. എന്തിനാ? മനുഷ്യൻ്റെ ട്രൂ പൊട്ടൻഷ്യലിലേക്ക് അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം വരണം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് മതങ്ങളിലൂടെ അത് സംഭവിച്ചിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ സംഭവിക്കാതിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? മതത്തെ മാറ്റി നിർത്തിയിട്ട് ആ സംഭവിക്കേണ്ട കാര്യം സംഭവിക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യത്തിൻ്റെ പിന്നിലുള്ള പർപ്പസ് എന്ന് പറയുന്നത്, മോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ ഇതിനകത്ത് സാറ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, പ്രപഞ്ചത്തിന് വേണ്ടി നമ്മൾ പരിണമിച്ചുകൊണ്ടിരുന്നു. നമ്മൾ അപ്പോൾ ഇതാരാണ് പ്രപഞ്ചം? എന്താണ് പ്രപഞ്ചം? നമ്മൾ സംഭവം നമ്മൾ ഈ വൈബ്രേഷനിലൂടെ വന്നു പറഞ്ഞു. പക്ഷെ നമ്മളുടെ പ്രപഞ്ചം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ വരണമെന്നാണ് പറയുന്നത്. അപ്പം വീണ്ടും ആ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒറ്റ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഇതിലോട്ട് പോയില്ലേ? അപ്പം പിന്നെ അറിയേണ്ടത് എന്താണ് പ്രപഞ്ചം, നമ്മൾ എന്തിനാണ് അങ്ങനെ ആവുന്നത്? ഓക്കെ, തുടക്കത്തിൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം റിസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പ്രപഞ്ചമായിട്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ, നീയാണ് നേച്ചർ എന്നിരിക്കട്ടെ, പ്രപഞ്ചം എന്നിരിക്കട്ടെ. ബൈ ഡീഫോൾട്ട് നിന്നിൽ നടക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് നിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതിനകത്ത് ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ നിന്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കുമോ ഇല്ലയോ? ബാധിക്കും. ക്യാൻസർ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ആ ഒരു രീതിക്ക് പോയില്ലെങ്കിൽ നമ്മുടെ ലൈഫ് പോകേണ്ട രീതിയിൽ പോകാത്തത് കൊണ്ടാണ് ക്യാൻസർ വരുന്നത്, ഷുഗർ വരുന്നത്, പ്രഷർ വരുന്നത്, ഇല്ലേ? ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം വരുന്നത് നമ്മുടെ ഫങ്ഷനിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഫങ്ഷനിങ് നേരാക്കണം. സെയിം വേ ഈ പ്രപഞ്ചത്തിനകത്ത് അത് ഡെവലപ്പായി വന്നിരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ പ്രപഞ്ചം ആഗ്രഹിക്കുന്ന, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈബ്രേഷനാണ്, എനർജിയാണ്. സോ ആ എനർജിയുടെ നിലനിൽപ്പിന് വേണ്ടി ഈ പ്രപഞ്ചമായിരിക്കേണ്ട ഒരു നിലവാരമുണ്ട്. അതിനകത്ത് മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ മാൽ പ്രാക്ടീസസ് അതെവിടെ നിന്ന് വന്നു? ഞാൻ ചെയ്യേണ്ട രീതിയിൽ ഞാൻ ജീവിക്കാത്തത് കൊണ്ട് എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെ എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിനകത്ത് വരുന്ന മാൽ പ്രാക്ടീസസ്, ഡിഫക്റ്റുകൾ, അത് അക്യുമുലേറ്റ് ചെയ്ത് ഈ പ്രപഞ്ചം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ നിന്ന് വ്യതിചലിച്ചു. അപ്പോൾ പ്രപഞ്ചത്തിന് എപ്പോഴും ശ്രമിക്കുന്നത് എന്താ? അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മുടെയും ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചമായിരിക്കേണ്ട അവസ്ഥയിലേക്ക് പ്രപഞ്ചം വരണമെന്നുണ്ടെങ്കിൽ ആരും ചേഞ്ച് ആകണം? നമ്മളും ചേഞ്ച് ആകണം. നമ്മൾ ചേഞ്ച് ആയില്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സ്റ്റേറ്റിലേക്ക് അത് വരത്തില്ല. സോ അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെയൊക്കെ ഒരു വാക്യം പറഞ്ഞിരിക്കുന്നത്, സൃഷ്ടി മനുഷ്യൻ്റെ പരിണാമത്തിന് വേണ്ടി അല്ലെങ്കിൽ അവൻ ശരിക്കും ഇത് മനസ്സിലാക്കി മാറുന്നതിന് വേണ്ടി സൃഷ്ടി കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ വാക്യങ്ങളുണ്ട്. അപ്പം നമ്മൾ മാറുമ്പോൾ പ്രപഞ്ചം അതിൻ്റെ പൂർണ്ണതയിൽ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. ഇന്ന് അതിൻ്റെ പൂർണ്ണതയിൽ പ്രപഞ്ചവും ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നാണ് കണ്ടുവരുന്നത്. നമ്മുടെ മാറ്റമില്ലായ്മയാണ് ഇതിന് കാരണമെങ്കിൽ നമ്മൾ മാറേണ്ടത് പ്രപഞ്ചത്തിൻ്റെ ആവശ്യമാണ്, ഇല്ലെങ്കിൽ നമ്മൾ നശിപ്പിച്ചു കളയും. ഓക്കെ, അപ്പോൾ പല രീതിയിലുള്ള കെടുതികൾ ഇന്ന് പ്രപഞ്ചത്തിൽ നടക്കുന്നില്ലേ? വെള്ളപ്പൊക്കമാകാം, ഭൂകമ്പമാകാം, ചുഴലിക്കാറ്റാകാം. ഇതൊക്കെ നടക്കുന്നതിന് കാരണം എന്താ? പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയെ അതിന് നിലനിർത്തിയേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് അതെടുക്കുന്ന സ്റ്റെപ്പുകളാണ്. അതിനകത്ത് നശീകരണം വരുമ്പോഴത്തേക്ക് നമ്മൾ അയ്യോ നശിച്ചു പോയല്ലോ നമ്മൾ വ്യസനിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉത്കണ്ഠപ്പെടും. ആ ഉത്കണ്ഠ അസ്ഥാനത്താണ്. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതുണ്ടായത്. അതിനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രപഞ്ചം അത് തന്നെ ക്രമീകരിക്കുന്നത്. സോ അതിന് ഉത്കണ്ഠപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ മാറിയാൽ അവിടെയും സമാധാനം, ആ ഒരു പീസ് ഓഫ് അന്തരീക്ഷം അവിടെയും ഉണ്ടാകും. അപ്പോൾ എപ്പോഴും പ്രപഞ്ചം എപ്പോഴും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ചേഞ്ചസ് ആണ്. അപ്പം റിസൾട്ട് ആ ശരിക്കുള്ള ക്വസ്റ്റ്യനിലേക്ക് വന്നോന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാൻ സ്റ്റിൽ ഇൻ ദ ഏകദേശം മനസ്സിലായി. പക്ഷേ ഇപ്പോഴും ഞാൻ പറയാം, നമ്മൾ വൈബ്രേഷനിൽ നിന്നുണ്ടായി നമ്മൾ ഈ നിലയ്ക്ക് എത്തി. പ്രപഞ്ചം ഉണ്ടായത് വൈബ്രേഷനിലൂടെ. ഓക്കെ, അപ്പം ഈ പ്രപഞ്ചത്തിന് ഇനി നിലനിൽക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ സ്റ്റിൽ പ്രപഞ്ചം ഉണ്ടായതിൻ്റെ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക ആവശ്യം എന്തുകൊണ്ട് പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് നമ്മളെന്തായാലും അത് സ്റ്റിൽ നിൽക്കുന്നത് ആ ഒരു പോയിന്റ് ഓഫ് കൊണ്ട് പ്രപഞ്ചത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ആകണം, നമ്മൾ ആ ഒരു അതിന് ഒരു ഇപ്പം വൈബ്രേഷനിലൂടെ ഉണ്ടായതിന് ഒരു കാരണമുണ്ടോ, അല്ലെങ്കിൽ എന്തിനും കാരണമുണ്ടോ? ഓക്കെ, ഇപ്പോൾ അതിനൊരു കാരണമില്ല.
ഇപ്പോൾ ഒരു വൈബ്രേഷൻ എനർജിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ന് കാണുന്ന പ്രപഞ്ചം. ഇന്നും ഈ വൈബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈബ്രേഷൻ്റെ അളവ് കൂടിയെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 50 വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു 1000 വർഷം കഴിയുമ്പോഴോ ഇന്ന് കാണുന്ന രീതിയിലായിരിക്കില്ല പ്രപഞ്ചം. അന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കാണാൻ പോകുന്നത്. സോ ഇന്നായിരിക്കുന്ന പ്രപഞ്ചം ഇങ്ങനെ ആകാനായിട്ടുള്ള ഒരു റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലുള്ള വൈബ്രേഷൻ ആണ് ശരിക്കും ഇന്നത്തെ പ്രപഞ്ചത്തെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. ഇനി ഈ വൈബ്രേഷനകത്ത് എനിക്ക് പങ്കുണ്ടോ? ഉണ്ട്. ഞാനും ഈ എനർജിയുടെ ഭാഗമാണ്. അപ്പോൾ എൻ്റെ സംസാരം, എൻ്റെ തോട്ട് പ്രോസസ്സ്, എൻ്റെ പ്രവൃത്തികൾ നാളത്തെ പ്രപഞ്ചത്തെ രൂപീകരിക്കാനായിട്ട് ഇതും എന്താകുന്നുണ്ട്? ഒരു കാരണമാകുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു, പരിണാമത്തിന് വിധേയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ഒരാളിരുന്ന് കൺട്രോൾ ചെയ്യുന്നതല്ല, അതൊരു വൈബ്രേഷൻ്റെ ബൈ പ്രോഡക്റ്റാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രപഞ്ചമായിരിക്കണമെന്നുണ്ടെങ്കിൽ ആ വൈബ്രേഷൻ ശരിയായ രീതിയിൽ വരണം. 90കളിലെ പിള്ളേരെടുത്ത് ആ കാലഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫാമിലി റിലേഷൻ ഭയങ്കര അറ്റാച്ച്മെന്റ്. ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും അറ്റാച്ച്മെന്റ് ഇല്ല. അത് നെക്സ്റ്റ് ജനറേഷൻ വേറെ മാറി. അപ്പോൾ അതേപോലെ തന്നെയാണ് പണ്ട് കാലങ്ങളിൽ നമുക്കുള്ള കോൺസെപ്റ്റ് ഓരോ കാലഘട്ടങ്ങളിൽ മാറുന്ന കണക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആണ്. എന്തുകൊണ്ട് 90കളിലുള്ള ആൾക്കാരുടെ ഫാമിലി റിലേഷനിലുള്ള ഇൻറ്റിമസി ഇന്ന് കാണുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് റീസൺ പറയാം? 80കളിൽ നമ്മൾ അവരെ കണ്ടുപിടിച്ചുകൊണ്ട് അപ്പോൾ ആ ലൈഫിനകത്ത് വന്ന ഫ്ലോസ് അല്ലേ, അതിനകത്ത് വന്ന പോരായ്മകൾ, അതിനകത്ത് വന്ന ഡിഫിക്കൽട്ടീസ്, അതിനകത്ത് വന്ന പെയിൻ, ആ പെയിൻ എന്തിന് ഞാൻ എടുക്കണമെന്ന് കണ്ടു വളർന്ന പിള്ളേർ നോക്കിയിട്ട് ആ പെയിൻ എനിക്ക് വേണ്ട, ആ ഒരു ബേർഡൻ എനിക്ക് വേണ്ട, അതിനകത്തുനിന്ന് എനിക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ ഇൻറ്റിമസി പതുക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് സ്വാർത്ഥതയിലേക്ക് മാറുന്നത്. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ, എത്രയേ ഉള്ളൂ. നിൻ്റെ പണ്ട് അങ്ങനെയല്ല, എൻ്റെ ആവശ്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിൻ്റെ ആവശ്യം നടക്കണം, സാക്രിഫൈസ് ആയിരുന്നു, അങ്ങനെയായിരുന്നു ആ ഒരു മൈൻഡ് സെറ്റ്. പക്ഷെ ഇപ്പം നേരെ തിരിഞ്ഞു, നിൻ്റെ ആവശ്യം എൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി മാറ്റുക എന്നുള്ളതായി ഇപ്പോൾ സ്വാർത്ഥതയായി. സോ ഇനി കുറച്ചുകൂടെ കഴിയുമ്പം ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കും അടുത്ത തലമുറ, കണ്ട് കേട്ട് അനുഭവിച്ച്. അപ്പോൾ അതിനെ കറക്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത തലമുറ ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിനകത്ത് അതുണ്ടാകും. സോ ഇതിങ്ങനെ അതാണ് ഈ സൈക്കിളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്.